പാലോട് സർക്കാർ ആശുപത്രിയിൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ചികിത്സ നൽകിയതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഇല്ലാത്തത് വലിയൊരു പിഴവ് തന്നെയല്ലേ? ഇതേ രീതിയിലുള്ള ഒരു ഇഷ്യൂ, ഇതേ രീതിയിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ വിവാദം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് നടന്നത് വൈക്കം ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലാണ്. കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി വീണ് തലയിൽ പരിക്കുമായി ഹോസ്പിറ്റലിലെത്തുന്നു. ആ ഒരു ഹോസ്പിറ്റലിൽ ഈ സ്റ്റിച്ച് ഇടാനും അല്ലെങ്കിൽ മരുന്ന് വെച്ച് കെട്ടാനും നോക്കുമ്പോൾ ആ ഒരു സമയത്ത് അവിടെ ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഫോണിലെ ഫ്ലാഷ് ഉപയോഗിച്ചാണ് ഈ കുട്ടിയുടെ തലയിൽ മുറിവ് വെച്ച് കെട്ടിയതും കൂടാതെ മരുന്ന് വെച്ച് കൊടുത്തതും എന്നുള്ള ഒരു വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് ആരോഗ്യ വകുപ്പിൻ്റെ ഏറ്റവും വലിയ പാകപ്പിഴകളിൽ ഒന്നായിരുന്നു. ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് നോക്കുമ്പോൾ ആരോഗ്യവകുപ്പിൽ ഓരോ പുഴുക്കുത്തുകളും വിള്ളലുകളും അല്ലെങ്കിൽ ഒരു അപാകതകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും വീഴ്ചയാണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നെഗ്ലിജൻസ് ആണോ എന്ന് പറയേണ്ട അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ച് കളയേണ്ട ഒരു കാര്യമല്ല. ഇത് ശരിക്കും സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ശരിക്കും നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി എന്തുമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത്. ഈ വൈദ്യുതി പ്രതിസന്ധിയുടെ പേരിൽ യുവജന പ്രസ്ഥാനങ്ങളാകട്ടെ അല്ലെങ്കിൽ സാധാരണ പൊതുജനങ്ങളാവട്ടെ ഇവരെല്ലാവരും ആകെ പൊറുതിമുട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ആ ഒരു ഫാൻ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഇവൻ്റെ സാധാരണ ആവശ്യത്തിന് വേണ്ടി ലഭിക്കുന്നില്ല. ഇത് ഇവരുടേതായിട്ടുള്ള ഈ ഒരു നികുതിയിൽ നിന്നും കരമടച്ചല്ലേ ഇതുപോലുള്ള വൈദ്യുതിയും കാര്യങ്ങളും എല്ലാം ലഭ്യമാക്കുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള വൈദ്യുതി ലഭിക്കുന്നില്ല എന്ന് വകുപ്പ് മന്ത്രിയുടെ ആ ഒരു ന്യായം ഇനിയും വെച്ചു ഉറപ്പിക്കാനാവില്ല. അല്ലെങ്കിൽ ആ ഒരു ന്യായീകരണം വീണ്ടും പൊതുജനങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഈ ഒരു സർക്കാരിനെ കുറിച്ച് എത്തിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സാധാരണ സർക്കാർ ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള പവർ ബാക്കപ്പുകൾ ഇല്ലാത്തത് ഈ രോഗികൾക്കെതിരെയുള്ള ഒരു അനീതിയാണ്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പവർ കട്ട് അരമണിക്കൂറല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സർജറി വെച്ചാൽ പോരെ എന്നുള്ളത്. അദ്ദേഹം എന്ത് നിലവാരത്തിലാണ് അല്ലെങ്കിൽ എന്ത് അർത്ഥം ഉദ്ദേശിച്ചാണ് ഈ ഒരു കമൻറ്റ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാനേ ഞാൻ നിൽക്കുന്നില്ല. ന്യായീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അത്. കാരണം ഇപ്പോൾ ഒരു സർജറിക്കിടയിലാണ് ഇതുപോലെ, അതായത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സർജറിക്കിടയിലാണ് വൈദ്യുതി പോയാൽ ആ ഒരു രോഗിയുടെയും ഒരു ജീവന് തന്നെ ആപത്തല്ലേ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ പവർ ബാക്കപ്പ് ഇല്ലാത്തത് മാത്രമല്ല, സമയത്തിന് വൈദ്യുതി കിട്ടാത്തതും ഇതുപോലെ ഒരു അപാകതയ്ക്കും അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിനും ഏറ്റവും കൂടുതൽ ചൂട് പിടിപ്പിക്കുകയാണ്. വൈദ്യുതി പ്രതിസന്ധി മാത്രം ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ മൊത്തം ഒരു പ്രശ്നങ്ങളാണ്. അത് ഈ സർക്കാരിനെ മാത്രം നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഈ ജനറേറ്ററിൻ്റെ ഇഷ്യൂ ആണെങ്കിലും മുൻ സർക്കാരിൻ്റെ കാലത്തും ഇതേ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പം അന്ന് മുതൽ ഇത് ചെയ്തു വരേണ്ടതായിരുന്നു. പക്ഷെ അന്ന് അതൊന്നും ചെയ്യാതെ ഇപ്പോഴത്തെ കറണ്ട് കട്ടിനെ മാത്രം കുറ്റം പറയാം, കറണ്ട് കട്ടിനെയും കൂടെ പറയാം, പക്ഷെ അത് ഞാൻ ന്യായീകരിക്കുകയല്ല. എന്നിരുന്നാലും ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴത്തെ ഒരു നിലവാരം നമ്മുടെ കേരളത്തിൽ അമേരിക്ക മോഡൽ ഉണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരോഗ്യ മേഖല എത്രത്തോളം താഴ്ന്ന അവസ്ഥയിലാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈയിടയ്ക്ക് ഞാനൊരു ന്യൂസ് റിപ്പോർട്ട് വായിച്ചിരുന്നു. അതായത് കേരളത്തിൽ ശിശുമരണ നിരക്ക് വരെ ഉയർന്നിരിക്കുകയാണ് എന്ന്. അപ്പം 2018 കുറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഏറ്റവും കുറവ് നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഉയർന്നു വരികയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം ആരോഗ്യ മേഖലയിലുണ്ടായ ഒരു അപാകത തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി ഇനിയുള്ള ഈ ഒരു സർക്കാർ ഇതെല്ലാം കൃത്യമായി നോക്കി പോകുക തന്നെ വേണം. ഓരോ ഹോസ്പിറ്റലും കൃത്യമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടോ, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി കറക്റ്റ് വിലയിരുത്തി തന്നെ പോകണ്ടേ. അതുമാത്രമല്ല, ഞാൻ പറയട്ടെ, ഈ ശിശുമരണ നിരക്കിൻ്റെ ആ ഒരു കാര്യം നമുക്ക് മാറ്റിവെക്കാം. അതുമാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ ആ ഒരു ഭരണമികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർഷം UDF സർക്കാർ അധികാരത്തിലെത്തിയതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഓരോ വകുപ്പുകളും ഓരോരുത്തർക്കും ലഭിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ ആ മന്ത്രിമാരെ നോക്കിക്കാണുന്നത്. ഓരോ വകുപ്പുകളിലും കൊണ്ടുവരുന്ന പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ വികസനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഇതെല്ലാം അനുദിനം ഈ ജനങ്ങൾ ഈ ഒരു സർക്കാരിനെ അധികം ഉറ്റുനോക്കുകയാണ്. ഇവരെന്തെല്ലാം ഈ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ മേഖലകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്ന്. പക്ഷേ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയില്ല, ആ ഒരു സമയം പിന്നിട്ട ഒരു സാഹചര്യത്തിൽ ഇനിയും ശരിയാക്കാനുണ്ട് അല്ലെങ്കിൽ ഇനി
ശരിയാക്കും, അല്ലെങ്കിൽ മുൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് ഇതിനെല്ലാം കാരണം എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ആ ഒരു പീരീഡെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ ഊർജ്ജസ്വലമായി ഈ ഒരു വകുപ്പുകളിലേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. രാഷ്ട്രീയ പോരുകൾക്കിടയിൽ അല്ലെങ്കിൽ ഇടയിൽ നടക്കുന്ന ആ ഒരു അസ്വാരസ്യമുണ്ടല്ലോ, അതിനിടയിൽ ഈ ഒരു പൊതുജനങ്ങളുടെ കാര്യം കൂടി ശ്രദ്ധിക്കാൻ ജനപ്രതിനിധികളും അതുപോലെ തന്നെ മന്ത്രിമാരും തയ്യാറായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഒഴിഞ്ഞു മാറി. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഈ ഓരോ വകുപ്പുകളിലുള്ള ജീവനക്കാരും, അല്ലെങ്കിൽ ഈ ആരോഗ്യവകുപ്പിലാണെങ്കിൽ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, കൂടാതെ KCBയിലാണെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥർ, അങ്ങനെ വിവിധ ഉദ്യോഗസ്ഥർ, കൂടാതെ പോലീസിൽ നിന്നുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ഒരേ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഈ ഓരോ വകുപ്പുകൾക്ക് നേരിടുന്ന ആ ഒരു ആരോപണങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളുണ്ടോ, ഇതൊന്നും ഇല്ലാതാകാൻ ഈ ഉദ്യോഗസ്ഥർ, ഈ മന്ത്രിമാർക്കൊപ്പം ബ്യൂറോക്രാറ്റും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ഒരുപോലെ തന്നെ പ്രയത്നിക്കണം. ഇത് ചെയ്യുന്ന ജനങ്ങൾക്കാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് ഇവർക്കെല്ലാം ശമ്പളം കൈപ്പറ്റുന്നതും അല്ലെങ്കിൽ ഖജനാവ് നിറയ്ക്കുന്നതും എല്ലാം ഈ ഭരണകർത്താക്കൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും വ്യക്തമായിട്ടുള്ള ബോധമുണ്ടാവണം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് ഇപ്പോൾ അധികാര കേന്ദ്രത്തിലുള്ളത്. അപ്പോൾ അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന രീതിയിലുള്ള മുന്നോട്ട് പോയാലാണ് ഇപ്പോൾ നമ്മൾ മുമ്പ് ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ജനകീയമായിട്ടുള്ള ഭരണം നമ്മുടെ കേരളത്തിൽ സാധ്യമാവും. അത് പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ ഇപ്പം കേരളം ഇപ്പം അനുഭവിക്കുന്നതാണ് ഒന്ന് പവർ കട്ടും ഇപ്പം ആരോഗ്യ മേഖലയാണെങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോയേ സാധിക്കൂ. അതിനൊരു ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം അല്ലെങ്കിൽ അതിൻ്റേതായ ഇതിൽ കൊണ്ടുപോകണം. ഇപ്പോൾ പവർ കട്ടാണെങ്കിലും ഇപ്പോൾ പിന്നെ കുറച്ച് അറിയിപ്പ് നൽകിയിട്ടാണ് ഈ പവർ കട്ട് നടത്തുന്നതെന്നെങ്കിലും അറിയാം. നമുക്കറിയാം ഈ സമയമാകുമ്പോൾ കറണ്ട് പോകും എന്നൊരു ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് മുൻ സർക്കാരിനെ വെച്ചാൽ അതിലൊരു വ്യത്യാസമില്ലേ. മുൻ സർക്കാർ പറയാതെ കുറേ കട്ട് ചെയ്ത് നമ്മൾ അറിയാതായിരുന്നു കട്ട്. പക്ഷെ ഇപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന സമയത്ത് കട്ടാകും എന്നൊക്കെ കൃത്യം അറിയാം നമുക്ക്. അപ്പം പക്ഷെ എന്നും പറഞ്ഞ് കറണ്ട് കട്ട് നടത്തുന്നതിനെ ന്യായീകരിക്കുകയല്ല. അത് കൃത്യമായിട്ട് മാറ്റി എന്താണ് അതിന് വേണ്ടത് എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മുൻ സർക്കാരിനെ അല്ലെങ്കിൽ നിലവിലെ സർക്കാരിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ ഈ ഒരു നിലവിലെ സർക്കാർ ചെയ്യേണ്ടത് ആ മുമ്പുണ്ടായിരുന്ന സർക്കാരിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രായോഗികമായ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എങ്കിലേ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു കമ്പാരിഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ആതിര പറഞ്ഞ പോലുള്ള കമ്പാരിഷൻ പോലും ഇല്ലാതാവും. മുൻ സർക്കാർ തന്നെ മതിയായിരുന്നു, ഇപ്പോഴത്തെ സർക്കാർ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു അപഖ്യാതി തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തന്നെ ദയവ് ചെയ്ത് ഒരു താരതമ്യത്തിന് ഇട കൊടുക്കാതെ സ്വയം ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോയാൽ വരും വർഷങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഭരിക്കാം.